നമുക്കൊന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം, അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ്. പിന്നെ ചിക്കൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ മല്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ചേർത്ത് കുരുമുളകും ശേഷം കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി ഇടാൻ വെച്ചതാട്ടാ. പിന്നെ ഇത് ഗ്യാസ് കത്തിച്ചിട്ട് വാട്ടാം. സവാളയും എണ്ണ ഓൾറെഡി വെച്ചിട്ടുണ്ട്. എണ്ണ ഉപയോഗിക്കാറുണ്ട്. കൊഴുപ്പുണ്ട്. ഞാൻ ഏച്ചിയുടെ വീട്ടിലുള്ള ഏച്ചിയിൽ കത്ത എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് ഏടായിട്ട് ഇവിടെ അപ്പളേ ഇത് തക്കാളി, ഉള്ളി, വലിയ ഉള്ളി വാട്ടിയെടുക്കും. ചൂടായിട്ടുണ്ട്. സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്നില്ല, പിന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഇവിടെ ചോളം തേച്ച് തരാം. ഇല്ലാതെ ഞാൻ താങ്ങൂല. ഇനി നേരത്തെ ഞാൻ ഇതാക്കി തേച്ചിയാന്ന് വെച്ചല്ലേ. അത് ഒഴിച്ചിട്ട് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്നു നിന്നത്. കണ്ണിന് എടുങ്ങാറില്ല, ചെറിയ എടുങ്ങാറ്, ഒരു മങ്ങലും പിന്നെ അതിന് വേദനയൊക്കെ ഉണ്ട്. അതിന് അടുത്തിൻ്റെ അടുത്ത് പോകുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ വന്നു നിന്നത്. അപ്പം കുറച്ച് വെക്കേഷൻ അല്ലേ, അതുകൊണ്ട് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വന്നത് അവിടെ വീട്ടിൻ്റെ വീട്ടിൽ. എൻ്റെ ഇടയിൽ നോക്കി കഴുകാൻ തേച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. ചോറൊക്കെ വെച്ച് ഒഴിച്ചിട്ട് അത് അതിന് തഞ്ചത്തിനോട് തേച്ച് വയ്ക്കാം. ഞാൻ തേച്ച് ചേച്ചിയുടെ മൂട് തേക്ക് വന്നിട്ട് അങ്ങനെ നമ്മൾ വാടി വരട്ടെ. ഫോണെടുത്താൽ എത്ര കാണാണ്ട് വെച്ചാലും കണ്ടെത്തിക്കളയും പിള്ളേർ മക്കൾ. ഞങ്ങൾ വാടി വന്നിട്ടുണ്ട്. വാടി വരട്ടെ. വാടി വന്നിട്ടുണ്ട്. പിന്നെ ഫ്രീ ഒന്ന് തുറച്ച് വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഇത് കാച്ചി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും അത് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം. എന്നിട്ട് ചുടുന്ന് വാട്ടിയെടുക്കാം. സാധാ എല്ലാവരും വെക്കുമ്പോൾ ഒത്തിരി ചിക്കൻ കറിയാണ്. ഈ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാവരും വെക്കുമ്പോൾ തന്നെ സിമ്പിളായിട്ടുള്ളൊരു കറി. ഇത്തിരി വെള്ളം ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് നോക്കി കൊടുക്കാം. മയക്കൊന്നുമില്ല, ഒന്ന് പറയാനൊന്നും കേൾക്കില്ല. എല്ലാം സപ്പോർട്ട് ചെയ്യണേ. ആരും സപ്പോർട്ടില്ല. എല്ലാവരും വാടി വന്നിട്ടുണ്ട്. എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇടാൻ വെച്ചിട്ട് ചിക്കൻ അത് ഇതിലൊന്നും ഇടാം. എന്നിട്ടൊന്ന് കുഴച്ചെടുക്കും. കുഴച്ചെടുക്കാം. പെട്ടെന്നൊന്നാവാനുള്ള സിമ്പിളായിട്ടുള്ള ആയിട്ട് വെക്കുന്നതാണ്. നല്ലോണം കുഴച്ചൊന്നുമില്ല.
അതങ്ങനെ ബാക്കിയുണ്ടാവും തോന്നണേ. എന്നാ അടുത്ത സേമിയ ഉണ്ടാക്കുന്നൊരു വീഡിയോ എടുക്കണം. എന്നാ സപ്പോർട്ട് ചെയ്യണേ. അതൊക്കെ ഉണ്ടാക്കിയിടുന്നുണ്ട്. സപ്പോർട്ടില്ല, അതുകൊണ്ടൊരു താല്പര്യം വരുന്നില്ല വീഡിയോ ഒന്നും. മാക്സിമം ഇടും, സപ്പോർട്ട് ചെയ്യാം എല്ലാവരും. ഇതൊന്ന് ഇളക്കി തീ കൂട്ടി കൊടുക്കട്ടെ. എന്നിട്ട് ഒന്ന് ആയിട്ട് വരട്ടെ, ഒന്ന് വാടി വരട്ടെ. ഇതൊന്ന് കൊടുക്കാം. ഒന്ന് മൂടി കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാടി എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചൊന്നായിട്ട് വരട്ടെ. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത്തിരിയും കൂടി പിന്നെ ചിക്കൻ മസാല ഇത്തിരിയും കൂടി ലേശം പാകത്തിനൊത്ത ഇത്തിരി പിന്നെ ഇത് മല്ലിപ്പൊടി ഇത്തിരി കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. ചിക്കൻ മസാല ഇതെല്ലാം അനുസരിച്ച് ക്ലീൻ ചെയ്യും. ഇത് വെള്ളമില്ലാന്നനുസരിച്ച് ഞാൻ തുടച്ചു കൊടുക്കും. നടക്കില്ല, ശരിയാവില്ല. ഇവിടെയും ഒന്ന് വെള്ളം എന്നെ തുടച്ച് നന്നാക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് വെള്ളം ഒഴിക്കാണ്ട് ഇതിലൊന്ന് ആയിട്ട് വരട്ടെ. എന്നിട്ട് ഇത്തിരി വെള്ളം വെച്ചിട്ട് ആക്കി എടുക്കാം. എണ്ണ എൻ്റെ പേര് മല്ലിച്ചപ്പൊക്കെ ഒന്ന് മുറിച്ചിടാൻ വാടിയിട്ട് ഇത്തിരി കൂടി ഒന്ന് ചായ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ശേഷം ചാറിലൊന്ന് വറ്റി വരട്ടെ. ഇത് കുറച്ച് വെന്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ചിക്കൻ മസാല ചേർക്കണം. എന്നിട്ടൊന്ന് വറ്റി എടുത്ത് വറവിട്ട് തിരിക്കും. വറവിടുന്നില്ല കേട്ടോ. വറവിടലുണ്ടായിരുന്നു, പക്ഷെ വറവിടുന്നില്ല. ആദ്യം എണ്ണ ഉപയോഗിച്ചിട്ട് വാട്ടിയില്ലേ സവാളയെല്ലാം. ഇവിടെ അനിയേട്ടന അച്ഛൻ്റെ ഭാഗത്ത് അങ്ങനെ എണ്ണ പറ്റൂല, കൊളസ്ട്രോളിന് ശേഷം കൂടുതലാണ്. വറവിടുന്നില്ല. ഒന്ന് വറ്റിച്ചിങ്ങെടുക്കാം. മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാം കറക്റ്റ് തന്നെ, ഒന്നും ഇടണമെന്നില്ല. ഉപ്പിൻ്റെ കുഴപ്പമുണ്ട്, കുറവുണ്ട്. അല്ലെങ്കിൽ ഉപ്പൊന്നും ഇടാം. ഇതൊന്ന് നല്ലോണം ഒന്ന് വറ്റി വരട്ടെ. ഇനി എണ്ണ ഉപയോഗിക്കുന്നേ ഇല്ല. എണ്ണ ലേശാക്കാം. മാക്സിമം കുറച്ച് എണ്ണ ഉപയോഗിക്കുന്ന അത്രയും നല്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കി തയ്യാറാവുന്നു.
കൂട്ടി കൊടുക്കട്ടെ. അങ്ങനെ പെട്ടെന്നൊരു ചിക്കൻ കറി അങ്ങനെ റെഡിയായിരുന്നു. പെട്ടെന്നാക്കിയതാണ്. ചേച്ചിയുടെ ഭർത്താവ് ഫുഡിന് വന്നതാപ്പം വർക്കിന് പോയ സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെയും പോകണം. അതുകൊണ്ട് പെട്ടെന്നാക്കുന്നു. വറ്റി വെച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വറ്റി റെഡിയായി വരും. മക്കളുടെ കച്ചറിയാണ്. മക്കൾ വേറും കുരുത്തപ്പെടും. റെഡിയായി വരട്ടെ. ചിക്കൻ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ട്, വറ്റിയിട്ട് ഇത്രയും വറ്റുണ്ട്. കുറച്ച് ചാറ് വേണം. സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കഷ്ണം ഒന്ന് കഴിച്ച് നോക്കിയിട്ട് വെന്തിട്ടുണ്ട്, വറ്റിയിട്ടുണ്ട്. ഇത്രയാണ് വറ്റുണ്ട്. പിന്നെ ബീറ്റ്റൂട്ട് തോരനുണ്ട്. പിന്നെ കാളൻ വെള്ളേരിയില്ല കുട്ടി അടുത്തോണില്ല ഉപയോഗിക്കാം. കൈമല വെച്ച് തേങ്ങ വെള്ളേരിയുടെ കാളൻ കറി. പിന്നെ ചോറുണ്ട്. പിന്നെന്താ അയല വറ്റിച്ചത്. അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഒരു വീഡിയോ ഇടാനും ഒരു താല്പര്യമായിരിക്കും. പിന്നെ സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് സബ്സ്ക്രൈബെല്ലാം കുറവാണ്. അതുകൊണ്ട് ആടൊക്കെ മതി എന്നെല്ലാം ചിന്തിച്ചു. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എന്നാൽ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ.